ആശുപത്രി കൾച്ചർ അല്ല, ആശുപത്രിയേ അല്ല ഇത്. என்ன பிரச்சனை ஆக்சுவலி മട്ടി പ്രോബ്ലം. നമുക്കിപ്പോൾ കൈ പൊങ്ങാത്തൊരു വ്യക്തി, നമുക്കൊരു 2 മിനിറ്റ് മതി ആ കൈ ഉയർത്താൻ. മുട്ട് വളയുന്നില്ല, മുട്ടിൻ്റെ പ്രശ്നം വളരെ കുറഞ്ഞ 1 മിനിറ്റ് മതി അത് നേരെയാക്കാൻ. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു വേദന ഇല്ലാണ്ട് ജീവിക്കാനായിട്ടൊരു ആഗ്രഹം. കാരണം ഞാൻ പലരോടും ഇപ്പോഴും പറയുന്നുണ്ട്, ഞാൻ അവിടെ പോയി എനിക്ക് നല്ല രീതിയിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടെന്നുള്ള രീതിയിൽ. രോഗം മാറിയാലും ചികിത്സാ കേന്ദ്രം വിട്ടുപോകാത്ത കുറേയധികം ആളുകൾ പലവിധ ചികിത്സകൾ പരീക്ഷിച്ച് അവസാന അഭയമെന്ന നിലയിൽ ശ്രീസ്വാമി വൈദ്യ ഗുരുകുലത്തിലേക്ക് എത്തിയ മനുഷ്യരുടെ അനുഭവ സാക്ഷ്യങ്ങൾ തന്നെയാണ് ഈ ചികിത്സാ കേന്ദ്രത്തിന്റെ അടിത്തറ. ശ്രീസ്വാമി വൈദ്യ ഗുരുകുലത്തിലെ ചികിത്സയിലൂടെ രോഗം ഭേദമായ ഒരാളാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. ചേച്ചി എന്താ പേര്? എൻ്റെ പേര് ലെനി ഫിലിപ്പ് എന്നാണ്. എന്തായിരുന്നു അവസ്ഥ? ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് സത്യം പറയുവാണെങ്കിൽ സകല ഭാഗത്തും ഭയങ്കര വേദനയായിരുന്നു. കിടക്കുന്നതോ റെസ്റ്റ് എടുക്കുന്നതോ ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പം ഇതുപോലെ നമ്മൾ ഈ സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞപ്പോഴത്തേക്ക് ഞാനിവിടെ ഏപ്രിലിൽ ഒരിക്കൽ വന്നു. ഏപ്രിൽ മാസത്തിൽ ഒരിക്കൽ വന്നു. ഒരു 13 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. 13 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയപ്പോൾ എനിക്ക് ബാക്കിനും മുട്ടിനും മാത്രമേ പ്രയാസം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് 90% ഭേദമായി. 40 ദിവസം കൊണ്ട് രോഗത്തിന് വ്യത്യാസം വരുന്നില്ല എങ്കിൽ മരുന്ന് മാറ്റണം. 90 ദിവസം കൊണ്ട് മാറ്റം വന്നില്ലെങ്കിൽ വൈദ്യനെ തന്നെ മാറ്റണം. என்ன பிரச்சனை ஆக்சுவலி மட்டி ப்ராப்ளம். அதனால் கொஞ்சம் நல்ல கை காலை கொஞ்சம் கூக்க முடியுது. ஆனால் கொஞ்சம் ஒட்டார முடியாது. இப்போ ஓரளவுக்கு ஏந்தி ஒட்டார முடியுது. கொஞ்சம் பரவாயில்ல. எவ்வளோ நாளாச்சு இங்கே வந்து? ஒரு 4 மாதம் ஆகும். எல்லாம் நல்லா இருக்கா? இப்போ நல்லா இருக்குது. இங்கே எப்படி எல்லாரும் ஸ்டாஃப்ஸ் எல்லாம் நல்லா பண்ணுறாங்க. நல்லா இந்த மற்ற ட்ரீட்மெண்ட் நல்லா பண்ணுறாங்க. രോഗനിർണയം നടത്തി കൃത്യമായ പഥ്യത്തിൽ ചികിത്സ തേടി സുഖപ്പെട്ടവർ അവരുടെ അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുന്നു. അപ്പോൾ അമ്മോടൊരു ഫ്രണ്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെ മർമ്മം ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ അനുസരിച്ച് ഇപ്പം ഇത് നെർവ് ഡിസോർഡർ ആണ് എൻ്റെ. അപ്പം ഇങ്ങോട്ട് വന്നു. ഫസ്റ്റ് 3 ഡേയ്സിന് ട്രീറ്റ്മെൻറ്റാണ് കഴിഞ്ഞത്. ഇന്ന് 4th ഡേ ആണ്. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് തിങ് ഇവിടെ ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അത്രയും സപ്പോർട്ടീവാണ്. ദ വേ ദേ ഹാൻഡിൽ പേഷ്യൻ്റ് കെയർ. ന്യൂകമറാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേരളത്തിലാണെങ്കിലും ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര, ഞാൻ നാട്ടിൽ താമസിച്ചിട്ടില്ല. അപ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുള്ളും ഭയങ്കര സപ്പോർട്ടീവും ഭയങ്കര കംഫർട്ടബിളും ആയി. എനിക്കിപ്പോൾ ഭയങ്കര അത് എല്ലാവരും. അപ്പോൾ ഓരോരുത്തർ, ഇപ്പോൾ ഇവിടെ ഒരു ഋഷി ചേച്ചിയുണ്ട്, പിന്നെ ഡോക്ടർ, ഇവിടെ എല്ലാവരുടെയും ദ വേ ദേ വർക്ക് ടുഗെദർ, ദ വേ ദേ കോർഡിനേറ്റ് എവറിത്തിങ്, യുവർ സ്കെഡ്യൂൾ എല്ലാം, ഇറ്റ്സ് റിയലി ഹീലിംഗ്. ഇവിടേക്ക് വരുന്ന എല്ലാ രോഗികളുടെയും രോഗം മാറ്റും എന്നൊരു ഒരിക്കലുമില്ല. ഇവിടെ വരുന്ന എല്ലാവരുടെയും രോഗം മാറ്റാമെന്ന് പറഞ്ഞാൽ അതൊരു തട്ടിപ്പ് തന്നെയാണ്. നമുക്കിവിടെ ഒരു 100 പേര് വന്നാൽ 80 പേരെ സുഖപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ ഏറ്റവും വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ രോഗികളുടെ റിവ്യൂ ഒക്കെ ആയിട്ട് നമ്മൾ തുടങ്ങി വെച്ച ഒരു പ്രചരണമുണ്ട്. ഇന്ന് കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ശക്തി കേന്ദ്രം, മർമ്മ കേന്ദ്രം, പല കുടിൽ വ്യവസായം പോലെ പലരും ഒരു ചികിത്സാ കേന്ദ്രം തുടങ്ങി. ഒരു ബ്ലോഗറും ഒരു ചെറിയ സ്ഥലവും ഒരു പേരും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആർക്കും ചികിത്സാ കേന്ദ്രം തുടങ്ങാം എന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് ശാസ്ത്രീയമായി ഇപ്പോൾ ഗുരുകുലം 12 വർഷമാകുന്നു. ശാസ്ത്രീയമായിട്ട് ചികിത്സയെ അപഗ്രഥിച്ചുകൊണ്ട്, ഒരു മനുഷ്യനെ അപഗ്രഥിച്ചുകൊണ്ട് ചികിത്സ തീരുമാനിക്കുന്നത് ഇവിടെ ഒരു ടീമാണ്. ഇപ്പോൾ ഇവിടെ ഡോക്ടർമാർ നിരവധി പേരുണ്ട്, ഒരു 6ഓളം ഡോക്ടർമാരുണ്ട്. നമ്മളൊരു ഈ ഫയൽ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ആ വ്യക്തിയെ പഠിക്കാനുള്ള ഒരു ഉപാധിയും കൂടെയാണ്. അപ്പം ചിലപ്പോൾ നടുവേദന എന്ന് പറയുന്ന ആളുടെ നട്ടലിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നട്ടലിന് ക്ഷയമുണ്ടെങ്കിൽ എന്ത് ചെയ്യും. അപ്പോൾ ആ വ്യക്തി നേരെ പിടിച്ചങ്ങ് തിരുമുകയല്ല, കാരണം കണ്ടെത്തണം. ഇവിടെ ഒഴിച്ചിലും കിഴിയൊക്കെ എടുക്കുന്നുണ്ട്, ആശ്വാസം തോന്നുന്നുണ്ട്. മരുന്ന് കഴിച്ചിട്ട് എന്താ തോന്നിയേ? മരുന്ന് കഴിച്ചിട്ട് നീർക്കെട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി എത്ര നാളത്തെ ചികിത്സയാണ് പറഞ്ഞിരിക്കുന്നത്? 9 ദിവസം മൊത്തം എടുക്കാനെന്ന് പറഞ്ഞത്. 3 ദിവസമായി. 3 ദിവസം. മൊത്തത്തിൽ എങ്ങനെയുണ്ട്? മൊത്തത്തിൽ ശരീരത്തിനൊക്കെ ഒരു അയവൊക്കെ വന്നിട്ടുണ്ട്, ഒരു റിലാക്സേഷൻ
ആയിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് ആ, 3 ദിവസം. പൂർണ്ണമായിട്ടും ഭേദമാകുന്ന വിശ്വാസമുണ്ട്. വിശ്വാസമുണ്ട്. പിന്നെ ഗുരുക്കളെന്ന് പറഞ്ഞാൽ വളരെ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട്, അപ്പോൾ നമുക്ക് നമ്മുടെ രോഗത്തിൻ്റെ അവസ്ഥയെ പറ്റി ബേസിക്കായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ മരുന്നുകളാണെങ്കിലും നമുക്ക് അഫോർഡബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റ് എൻ്റെ കാര്യത്തിൽ ഇതുവരെ വന്നിട്ടില്ല. മറ്റുള്ളവരുടെ അനുഭവം എനിക്കറിയില്ല. ഒരു ചികിത്സാ കേന്ദ്രത്തിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവാണ്. രോഗം ഭേദമാകുക എന്നുള്ളത്. ക്യൂർ എന്ന് പറയുന്നത് നമ്മുടെ അപ്രോച്ചിനെയും ബേസ് ചെയ്തിരിക്കണം, പ്രത്യേകിച്ച് ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത്. ഞാൻ വന്നപ്പോൾ ഞാൻ ഒക്ടോബർ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സയാറ്റിക്ക ബ്രെയിനിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് സയാറ്റിക്ക അതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് ഞാൻ പോയിരുന്നതാണ്. പല സ്ഥലത്തും പോയി ഇമ്പ്രൂവ്മെൻ്റ് ആവും, പിന്നെയും വരും, പഴയ അവസ്ഥയിലേക്ക് വരും. അങ്ങനെ ഒരു 3-4 ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇവിടെ വന്നപ്പോൾ എനിക്ക് പെയിൻ വളരെ റിലീവ്ഡ് ആയിട്ടാണ് വന്നത്. അപ്പോഴും എനിക്കൊരു ഫ്ലെക്സിബിലിറ്റി വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഇവിടെ വന്ന് ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഫ്ലെക്സിബിലിറ്റി വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. കോൺഫിഡൻസ് അല്ലല്ല, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ബേസിക്കലി എനിക്കൊരു 6 months ബാക്ക് എങ്ങനെയായിരുന്നു ആ ഒരു എത്തിയെന്ന് പറയാം. കാരണം ലോങ് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫുൾ ടൈം ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യം തിരിച്ചെത്തി. ഒരു 75% ഞാൻ പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ചികിത്സ വളരെ നല്ലതാണ്. കാരണം ഇവിടുത്തെ നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ്. എനിക്ക് എപ്പം മെസ്സേജ് വിട്ടാലും ഞാൻ എപ്പോൾ വിളിച്ചാലും എനിക്ക് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ടായിരുന്നു. എന്ത് സംശയത്തിനും മറുപടികളും കിട്ടും. എനിക്ക് നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇല്ല, ഞാനിത് എൻ്റെ എക്സ്പീരിയൻസ് മറ്റുള്ളവരോട് ഞാൻ പറയും. കാരണം ഞാൻ പലരോടും ഇപ്പോഴും പറയുന്നുണ്ട്, ഞാൻ അവിടെ പോയി എനിക്ക് നല്ല രീതിയിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നുണ്ട്. ഈ ഒരു ചികിത്സിക്കാനായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒരാൾ കളരി ഗുരുക്കളാണ് എന്ന് പറയുമ്പോൾ അവരോടൊന്ന് ചോദിക്കണം, ഏത് കളരിയിലാണ് പഠിച്ചത്, ആരാണ് ഗുരുക്കൾ, ഈ കിഡ്നി ഇരിക്കുന്ന സ്ഥാനം എവിടെയാണ്, ഇങ്ങനെയൊക്കെയുള്ള 2-3 ചോദ്യങ്ങൾ ചോദിക്കണം. വൈദ്യനെ നിങ്ങൾ പരീക്ഷിക്കണം. ജനങ്ങൾ ചെയ്യേണ്ടത് വൈദ്യനെ നമ്മളെ ആദ്യം പരീക്ഷിക്കണം. പരീക്ഷിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ചികിത്സകൾ സ്വീകരിക്കാൻ പാടുള്ളൂ. 40 ദിവസം കൊണ്ട് രോഗത്തിന് വ്യത്യാസം വരുന്നില്ല എങ്കിൽ മരുന്ന് മാറ്റണം. 90 ദിവസം കൊണ്ട് മാറ്റം വന്നില്ലെങ്കിൽ വൈദ്യനെ തന്നെ മാറ്റണം. ഇതാണ് ഇതിൻ്റെ പ്രമാണം. ഇത് അല്ലാതെ നമുക്ക് തോന്നുന്ന രീതിയിൽ ഇപ്പം ശരിയാക്കി തരാം എന്നുള്ള ആ സിനിമ ഡയലോഗിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ അവകാശവാദങ്ങളും തെറ്റാണെന്ന് തിരിച്ചറിയണം. അതെ, ഇനിയുള്ള കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ആ വൈദ്യൻ്റെ പശ്ചാത്തലം അന്വേഷിക്കണം. ഏത് നാട്ടുകാരനാണ്, അയാളെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം. അയാളുടെ രീതികൾ എന്തൊക്കെയാണ്, എത്ര വർഷമായിട്ട് അയാൾ ചികിത്സിക്കുന്നു, ആരാണ് അയാളുടെ ഗുരു. മർമ്മചികിത്സ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു കളരിയിൽ പോയി അഭ്യാസിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ മർമ്മചികിത്സ ചെയ്യാൻ സാധിക്കൂ. ഒരിക്കൽ പോലും കളരിയിൽ ഇറങ്ങുകയോ മർമ്മചികിത്സ അഭ്യസിക്കുകയോ ചെയ്യാതെ തിരുമ്മു പഠിച്ചിട്ട് ചികിത്സിക്കുന്നവരുണ്ട്. ചില തിരുമുകാരുടെ കൂടെ നിന്ന് അവരെ സഹായിച്ചിട്ട് മർമ്മചികിത്സ ചെയ്യുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ വൈദ്യൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ യമരാജൻ്റെ സുഹൃത്താണെന്ന് പറയുന്നൊരു ശ്ലോകമുണ്ട്. അപ്പോൾ ഒരാൾ ചികിത്സിക്കാൻ വരുമ്പോൾ ഇത് ഇവിടേക്ക് വരുമ്പോഴും ഞങ്ങളെ കൃത്യമായിട്ട് പഠിക്കുക, എന്താണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെയൊക്കെ ഇത് ചെയ്യാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ അന്വേഷിക്കും. അതായത് ഈ ഒരു വീഡിയോ കണ്ടാൽ പോലും ഇങ്ങോട്ടേക്ക് ചികിത്സയ്ക്ക് വരുന്നതിന് മുൻപ് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അതെ, ഇതൊരു തുറന്നു പറച്ചിലാണ്. കാരണം കേരളത്തിൽ ശ്രീസ്വാമി വൈദ്യഗുരുകുലമാണ് ഈ ഇത്തരത്തിലുള്ള റിവ്യൂ ചെയ്യുന്നത് തുടങ്ങി വെച്ചത്. നിങ്ങൾ ഇന്ന് കാണുന്ന പല ഞങ്ങളെ കോപ്പി ചെയ്തുകൊണ്ടുവരുന്ന വീഡിയോയിലൊക്കെ വലിയ ജനക്കൂട്ടത്തിനെ കാണിക്കും. അതിൻ്റെ പുറകിൽ തട്ടിപ്പും തന്ത്രങ്ങളുമുണ്ട്. ഒരു 6 മാസം കൊണ്ടുവന്ന വ്യക്തികളെ തെരഞ്ഞു പിടിച്ച് ഒരു ദിവസത്തേക്ക് വിളിക്കും. ആ ദിവസം അവരുടെ വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്ത് ഒരാൾക്കൂട്ടത്തിനെ കൃത്രിമമായിട്ട് രൂപപ്പെടുത്തിയതിന് ശേഷമാണ് അവിടെ ഇതാ 100 പേര് വരുന്നു, 1000 പേര് വരുന്നു എന്നർത്ഥം. വാസ്തവത്തിൽ 6 മാസം കൊണ്ടായിരിക്കും 10-20 പേര് സുഖപ്പെടുന്നത്. അവരെയും അവരുടെ ബന്ധുക്കളെയും കൂടെ നിർത്തി, ഒപ്പം ചില തങ്ങളുടെ ശിൽബന്ധികളെയും കൂടെ നിർത്തിക്കൊണ്ടാണ് പലപ്പോഴും ഇത്തരം വീഡിയോകൾ പലരും ചെയ്യുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ഇതൊരു തുറന്നു പറച്ചിലും കൂടെയാണ്. നിങ്ങൾ എവിടേക്കെങ്കിലും ചികിത്സിക്കാനായിട്ട് പോകുന്നതെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ട് പോകരുത്.
കാരണം സാമൂഹിക പ്രതിബദ്ധതയില്ലാത്ത നിരവധി ബ്ലോഗർമാർ വ്യാജ ചികിത്സയെ, ആധികാരികമല്ലാത്ത ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു ഡോക്ടറല്ല, ഞാൻ ഈ കളരി മർമ്മം പഠിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കൈകാര്യം ചെയ്യുന്ന ആളാണ്. പക്ഷേ എനിക്ക് മുകളിൽ ഇവിടെ വിദഗ്ധരായ ഡോക്ടർമാരുണ്ട്. ഞാനിവിടുത്തെ പ്രധാന ചികിത്സകനെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കില്ല. കളരി പഠിപ്പിക്കുന്നുണ്ട്, ഈ മർമ്മ ചികിത്സ എനിക്കറിയാം. പക്ഷേ എൻ്റെ മുകളിൽ ഇവിടെ ഡോക്ടർമാരുണ്ട്. ശാസ്ത്രീയമായിട്ട് എൻ്റെ അറിവിന് പരിമിതികളുണ്ട്. നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ അറിവും ശാസ്ത്രീയമായിട്ട് കിട്ടിയ ഇത് പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ പലപ്പോഴും നടുവേദനയായിട്ട് വരുന്നവർക്ക് ആ നടുവേദനയുടെ കാരണം മറ്റു രോഗങ്ങൾ എന്തെങ്കിലും ആയിരിക്കും. ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ ഈ കളരി മർമ്മ ചികിത്സയുടെ പരിധിക്കകത്ത് മാത്രം നിൽക്കുന്നതല്ല, അതിന് യോഗ്യരായിട്ടുള്ള ഒരു വൈദ്യഗണം തന്നെ നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കൂ. അപ്പോൾ ഈ മുന്നറിയിപ്പ് ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങൾ ഒരു ചികിത്സയ്ക്കായിട്ട് എവിടേക്കെങ്കിലും വരുന്നത്. ശ്രീസ്വാമി വൈദ്യ ഗുരുകുലം വിജയകരമായി 12 വർഷം പിന്നിടുകയാണ്. ആ സമയത്ത് ഞങ്ങളെ അനുകരിച്ചുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട്. അതിപ്പോൾ ഒരു കാര്യം കൂടി, നമുക്കിവിടെ എന്തൊക്കെ രോഗങ്ങൾക്കാണ് ചികിത്സയുള്ളത്? ആയുർവേദത്തിൽ രോഗത്തിനല്ല, വ്യക്തിക്കാണ്. ഏത് വ്യക്തി വന്നാലും നമുക്കിവിടെ ചികിത്സയുണ്ട്. അതിനി അയാളുടെ ബുദ്ധിമുട്ട് ഏതുമായിക്കൊള്ളട്ടെ, അതിന് ഇവിടെ ചികിത്സയുണ്ട്. കാരണം ഇവിടെ ഒരു കൂട്ടം വിദഗ്ധരാണ് ഇവിടുത്തെ ഈ കാര്യങ്ങൾ നോക്കുന്നത്. കേവലം ഒരു വ്യക്തിയുടെ കാര്യങ്ങളല്ല, ഒരു കൂട്ടം ആൾക്കാരാണ് ഇത് നോക്കുന്നത്. അതുകൊണ്ട് ഏത് രോഗങ്ങളുമായിട്ടും ഇവിടേക്ക് വരാം. മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി പരീക്ഷിച്ച് അതിനുശേഷം വരുന്നതായിരിക്കും അതിനുശേഷമൊക്കെ വരുന്നതായിരിക്കും നല്ലത്. കാരണം ഞങ്ങൾ ഈ സങ്കീർണമായ അവസ്ഥകളെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചെറിയൊരു മുട്ടുവേദന, ചെറിയൊരു നടുവേദന, അതിനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് മറ്റെങ്ങും നിങ്ങൾക്ക് പ്രതീക്ഷയില്ല. എല്ലായിടത്തും പോയി ആശ കിട്ട ആളുകൾ അതെ, തീർച്ചയായിട്ടും ഇവിടേക്ക് വന്നാൽ അവർക്ക് വേണ്ടി ഞങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ഇതൊരു ചികിത്സാ വാഗ്ദാനമൊന്നുമല്ല, പക്ഷേ ഇതൊരു ആത്മവിശ്വാസമാണ്, ഗുരുക്കന്മാരിലുള്ള വിശ്വാസമാണ്, ഞങ്ങൾ നിർമ്മിക്കുന്ന ഞങ്ങളുടേതായ ഔഷധങ്ങളിലുള്ള വിശ്വാസമാണ് ഈ പറയുന്നത്. അതിൻ്റെ ഉപരി ഈ കൂട്ടായ്മയിലുള്ള വിശ്വാസമാണ്. ഇതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.